ആഗോള ഇന്ധന വിതരണത്തിന്റെ സിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുന്നതിന്റെ ഭീതിതമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ സമുദ്രപാതയിൽ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിലായിത്തീർക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിയൻ സൈന്യം നാറ്റോ സഖ്യകക്ഷികളുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൽ കൂടുതൽ ദുരൂഹതയും ആശങ്കയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പല കേന്ദ്രങ്ങളിൽ നിന്നും വിരുദ്ധമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ കപ്പലുകളാണെന്നോ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല. സമുദ്ര സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ വെടിവെപ്പ് നടന്നത് സത്യമാണ്. ഒരു കപ്പലിന് നേരെ വിക്ഷേപിച്ച വസ്തു പതിക്കുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ സംഭവത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരുക്കുകൾ ഏൽക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സജീവമായ ഒരു മേഖലയിൽ ഇത്തരമൊരു സൈനിക നീക്കം നടന്നത് ആഗോള വിപണിയെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. കപ്പലുകളുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാത്തത് മനഃപൂർവ്വമുള്ള നീക്കമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം നിലവിൽ അത്യന്തം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് തങ്ങളുടെ ആണവ നയത്തിലും സൈനിക നിലപാടുകളിലും കൂടുതൽ കർക്കശമായ മാറ്റങ്ങൾ വരുത്തുന്നതായാണ് സൂചനകൾ. മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും അമേരിക്കൻ നാറ്റോ സഖ്യത്തിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും ദയയില്ലാത്ത ഈ ആക്രമണങ്ങൾക്കും ഇറാൻ തയ്യാറായേക്കും. ട്രംപിന്റെ പ്രസ്താവനകളിൽ നിഴലിക്കുന്ന നിസ്സഹായ അവസ്ഥ അമേരിക്കൻ ഭരണകൂടം നേരിടുന്ന കടുത്ത സമ്മർദ്ദത്തിന്റെ വെളിപ്പെടുത്തലായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഈ സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുകയും അത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. വെറുമൊരു പ്രാദേശിക തർക്കം എന്ന നിലയിൽ നിന്ന് മാറി വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ആശയക്കുഴപ്പങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ ഹോർമുസ് കടലിടുക്ക് ഒരു പുകമറയ്ക്കുള്ളിലായിരിക്കുകയാണ്. വിവരങ്ങൾ മറച്ചുവെക്കപ്പെടുന്നതും തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്ത വിധം സൈനികമായ കരുത്തു പ്രകടനങ്ങൾക്കാണ് ഇരുപക്ഷവും മുൻഗണന നൽകുന്നത്. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത ലഭിച്ചാൽ മാത്രമേ ലോകം ഒരു വലിയ യുദ്ധത്തിലേക്കാണോ അതോ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളിലേക്കാണോ നീങ്ങുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നയതന്ത്രം പരാജയപ്പെടുന്നിടത്ത് ആയുധങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് ശുഭസൂചനയല്ല നൽകുന്നത്.